ബി.ജെ.പി. എന്ന പാർട്ടി കേരളത്തിൽ നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അടുത്ത ഘട്ടമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ അധ്യക്ഷൻ. കെ.ജി. മാരാർ മുതൽ കുമ്മനം രാജശേഖരനും വി. മുരളീധരനും കെ. സുരേന്ദ്രനും വരെയുള്ളവർ പഠിച്ച RSS സ്കൂളാണ് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. പകരം സുരേഷ് ഗോപി ജയിച്ചു വന്ന പ്രൊഫഷണൽ സ്കൂളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനാക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവായിരുന്നു. MP ആയതും കേന്ദ്രമന്ത്രിയായതുമെല്ലാം ഈ കർണാടക കോട്ടയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ മുഖ്യധാരാ പാർട്ടികളിൽ ഇങ്ങനെയൊരു വരവുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. SFIയിലും KSUവിലും അല്ലെങ്കിൽ ABVPയിലോ RSSലോ ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയവരാണ് ഇതുവരെ കണ്ട സംസ്ഥാന അധ്യക്ഷന്മാരെല്ലാം. സാമൂഹിക സാമുദായിക പരീക്ഷണങ്ങളെല്ലാം മതിയാക്കി ബി.ജെ.പി. പുതിയൊരു ദിശ തേടുകയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മാതൃകയിലുള്ള സ്ഥാനാർത്ഥിമാർ കൂടുതലുണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ അധ്യക്ഷ സ്ഥാനം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ബി.ജെ.പി. അലകും പിടിയും മാറ്റുമ്പോൾ ആരാണ് ഭയക്കേണ്ടത്? കേരളീയനെങ്കിലും മലയാളികൾക്ക് തീർത്തും അപരിചിതനായിരുന്ന ആ രാജീവ് ചന്ദ്രശേഖർ അല്ല ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തും ഡോക്ടർ ശശി തരൂരിനേക്കാൾ ബഹുദൂരം മുന്നിലെത്തിയ നേതാവാണ്. നേമത്ത് തരൂരിനേക്കാൾ 22,000 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ നേടിയത്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഏതാണ്ട് 10,000-നടുത്തോട്ടും കൂടുതൽ നേടി. IT പ്രൊഫഷണലും ബിസിനസ്സുകാരനുമായിരുന്ന പതിറ്റാണ്ടുകൾ. അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇന്റലിൽ ജോലി ചെയ്ത് വിവാഹശേഷം ഭാര്യാപിതാവിന്റെ BPL കമ്പനിയുടെ ഭാഗമായയാൾ. ഇങ്ങനെ സാധാരണ മലയാളികൾക്ക് താദാത്മ്യം പ്രാപിക്കാവുന്ന വഴികളിൽ നിന്നല്ല രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. VK കൃഷ്ണമേനോനെയും തുടർച്ചയായി ശശി തരൂരിനെയും ജയിപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല കേരളത്തിലെ മറ്റിടങ്ങളിൽ. അവിടെയൊക്കെ അംഗീകാരം നേടിയിട്ടുള്ളത് താഴേക്കിടയിൽ നിന്നും പ്രവർത്തിച്ചു വന്നിട്ടുള്ള നേതാക്കളാണ്. ഇതുവരെ ആ വഴിയിൽ തന്നെയായിരുന്നു ബി.ജെ.പി. മുന്നോട്ട് പോയത്. കെ.ജി. മാരാർ, O. രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, P.K. കൃഷ്ണദാസ്, C.K. പത്മനാഭൻ, P.S. ശ്രീധരൻപിള്ള, വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ നായക സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഈ നേതാക്കളെല്ലാവരും ഒരേ തലത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. ശോഭ സുരേന്ദ്രൻ, M.T. രമേശ്, A.N. രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും ഇതേ വഴി തന്നെ സഞ്ചരിച്ചവരാണ്. ഇവരെല്ലാവരും യൗവനകാലം മുതൽ മുഴുവൻ സമയം RSSലോ ജനസംഘത്തിലോ ബി.ജെ.പിയിലോ ഒക്കെ പ്രവർത്തിച്ചവരുമാണ്. മണ്ഡലം നേതാക്കളെ വരെ പേരെടുത്തു വിളിക്കാൻ പരിചയമുള്ളവരുമാണ്. ബി.ജെ.പിയിൽ അല്ലെങ്കിലും മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ച് കേരളത്തിൽ പരിചിതരായ A.P. അബ്ദുള്ളക്കുട്ടിയും അൽഫോൺസ് കണ്ണന്താനവും പോലുള്ള നേതാക്കളുമുണ്ട്. പാർട്ടി പ്രവർത്തനം കൊണ്ടല്ലാതെ സുപരിചിതമായ ജേക്കബ് തോമസ്, T.P. സെൻകുമാർ എന്നിവർ വേറൊരു വശത്തുമുണ്ട്. ഈ വഴികളൊന്നുമല്ല ബി.ജെ.പി. ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ഏറ്റവും അവഗാഹമുണ്ടാകേണ്ടത് പ്രാദേശിക വിഷയങ്ങളിലാണ്. പെരിയാറിലെ മാലിന്യവും കല്ലടയാറ്റിലെ മണൽവാരലും പമ്പയിലെ അണക്കെട്ടുകളും ഭാരതപ്പുഴയിലെ മണൽത്തിട്ടകളിലുമെല്ലാം ഉത്തരമുണ്ടായിരിക്കണം. അതുപോലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കളുമായുള്ള പരിചയമുണ്ടാകണം. ആഭ്യന്തര വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വന്തമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവും വേണം. ഇതെല്ലാം സാധാരണ നിലയിൽ ആർജിക്കുന്നത് ഈ പ്രാദേശിക രാഷ്ട്രീയത്തിലെ പ്രവർത്തന പരിചയം കൊണ്ടാണ്. അതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ല എന്ന് തെളിയിക്കാൻ തമിഴ്നാട്ടിൽ K. അണ്ണാമലയ്ക്ക് സാധിച്ചു. ദ്രാവിഡ പാർട്ടികൾ സ്വീകരിക്കുന്നതിന് നേർവിപരീതമായ നിലപാടുകളുമായി സമരം നയിച്ചാണ് അണ്ണാമലൈ ശ്രദ്ധ നേടിയത്. AIADMK നിർജീവമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സമരമുഖത്തെങ്കിലും ബി.ജെ.പിയെ DMKയുടെ മുഖ്യ ശത്രുവാക്കി മാറ്റാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെ നയിക്കുമ്പോൾ സമരം തന്നെയാണ് മുഖ്യ ആയുധം. രാജീവ് ചന്ദ്രശേഖർ കാർ ടു കാർപ്പറ്റ് യാത്രകൾ മാത്രം നടത്തുന്നയാൾ എന്ന പ്രതിച്ഛായയുമായാണ് വരുന്നത്. അവിടെ നിന്ന് പൂഴിമണലിലേക്കും ചെളിമണ്ണിലേക്കും ഇറങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനം രാഷ്ട്രീയമായും പ്രകൃതിയാലും ചെളിയും പൂഴിയും നിറഞ്ഞതാണ്. ഇവിടെ ചേറും ചെളിയും പറ്റാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. 2 തിരഞ്ഞെടുപ്പിൽ നേരത്തെ മത്സരിച്ചിരുന്നെങ്കിലും സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. എന്നാൽ O. രാജഗോപാലും കുമ്മനം രാജശേഖരൻ പോലും വിചാരിച്ചിട്ട് നടക്കാത്ത രാഷ്ട്രീയ വിജയം നേടി പാർലമെന്റിലെത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു.
പരമ്പരാഗതമായി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പൊയ്ക്കൊണ്ടിരുന്ന വോട്ടുകളാണ് ആ 75,000 ഭൂരിപക്ഷത്തിന് പിന്നിൽ. 2 തിരഞ്ഞെടുപ്പിൽ നിന്നും പരാജയപ്പെട്ടതിന്റെ സഹതാപം മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഗുണകരമായത്, ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിലുള്ള ചിരപരിചിതത്വം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമെന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും അങ്ങനെയായിരുന്നു ഈ ഫലമെങ്കിൽ ആദ്യം അത് പ്രതിഫലിക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തൃശൂർ മാതൃക കേരളം എങ്ങും വ്യാപിപ്പിക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണം. BJPക്ക് സംഘടനാപരമായുള്ള പരിമിതി മുതിർന്ന നേതാക്കൾ ഉയർത്തുക ഇഷ്ടക്കേടുകളായിട്ടായിരുന്നു. മുൻകാലങ്ങളിൽ PP മുകുന്ദനും CK പത്മനാഭനും ഒക്കെ ഉയർത്തിയിരുന്നത് പോലെയുള്ള വിമതത്വം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ഉയർത്തുന്നത്. ഈ നേതാക്കളെ ഒന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാം എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ള ആനുകൂല്യം. പക്ഷേ അണികൾക്കിടയിൽ സ്വാധീനമുള്ള ഈ നേതാക്കളെ ഒപ്പം കൂട്ടാതെ സംഘടനാ സംവിധാനം ചലിക്കില്ല എന്ന വെല്ലുവിളിയുമുണ്ട്. മണ്ണിലിറങ്ങി പ്രവർത്തിക്കണോ, രഥയാത്രകൾ മാത്രം മതിയോ എന്ന ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന ഉത്തരമായിരിക്കും കേരളത്തിൽ BJPയുടെ ഭാവി തീരുമാനിക്കുക. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.